1991 മെയ് 21 ഇന്ത്യൻ ജനതയ്ക്ക് അവരുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയെ നഷ്ടപ്പെട്ട അഭിശബ്ദ ദിനം. ചരിത്രത്തിലെ ആ കറുത്ത ദിനത്തെ മറക്കാൻ ഇന്നും ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അത് ചെന്നൈയിലെ കൊടുംചൂട് കാലം. പകലിനെയും രാത്രിയെയും ഒരുപോലെ പൊള്ളിക്കുന്ന കാലാവസ്ഥയിലും 46ന്റെ ചുറുചുറുക്കിൽ രാജീവ് രാജ്യമാകെ ഓടി നടന്ന് പ്രസംഗിക്കുകയാണ്. വിശാഖപട്ടണത്തിലെ പ്രചാരണത്തിന് ശേഷം ചെന്നൈയിലെത്താനായിരുന്നു പദ്ധതിയിട്ടത്. വിമാന തകരാർ മൂലം യാത്ര വൈകി. പ്രചരണ യോഗം നിശ്ചയിച്ചിരുന്നത് ചെന്നൈയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ ശ്രീപെരുമ്പുത്തൂരിൽ. യോഗവേദി ആദ്യം നിശ്ചയിച്ചിരുന്നത് ശ്രീപെരുമ്പുത്തൂർ സ്കൂൾ ഗ്രൗണ്ട്. പിന്നീട് ആയിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ അത് സമീപത്തെ ക്ഷേത്ര മൈതാനത്തേക്ക് മാറ്റി. പെട്ടെന്നുള്ള ക്രമീകരണമായതിനാൽ വേദിയെ ജനങ്ങളിൽ നിന്ന് വേർതിരിച്ച് 50 മീറ്റർ അകലം പുലർത്തണമെന്ന നിർദ്ദേശം പാലിക്കാൻ കഴിഞ്ഞില്ല. യോഗവേദിയിലേക്ക് എത്തുന്നവരെ പരിശോധിക്കാൻ രാജേന്ദ്രൻ എന്ന SIയെ ചുമതലപ്പെടുത്തി. വേദിക്ക് പിന്നിൽ ഒഴിഞ്ഞുകിടന്നിരുന്ന സ്ഥലത്ത് ബോംബ് സ്ക്വാഡിലെ തനു, ശിവരാമൻ, നളിനി, ഫോട്ടോഗ്രാഫർ ഹരിബാബു എന്നിവർ നിൽക്കുന്നത് അനസൂയ എന്ന SI കണ്ടിരുന്നു. വേദിയുടെ 100 മീറ്റർ അകലെ കാർ നിർത്തി രാജീവ് ഗാന്ധി വേദിയിലേക്ക് നടന്നു വരും. ഇങ്ങനെയാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നത്. വേദിക്ക് 20 മീറ്റർ അകലെ കോൺഗ്രസ് പ്രവർത്തക ലതാ കണ്ണന, മകൾ കോകിലവാണി എന്നിവർ മാലയണിയിക്കുമെന്നും വാണി രാജീവിനായി ഹിന്ദി ഗാനം ആലപിക്കുമെന്നും നേരത്തെ അറിയിച്ചിരുന്നു. 8:30 രാജീവ് വിശാഖപട്ടണത്ത് നിന്ന് ചെന്നൈയിലെത്തി. 10:10 ശ്രീപെരുമ്പുത്തൂരിലെ യോഗവേദിയിലേക്കെത്തി. SP മുഹമ്മദ് ഇക്ബാൽ തൊട്ടു പിന്നിലുണ്ടായിരുന്നു. വേദിയിലേക്ക് 20 മീറ്ററിൽ താഴെ മാത്രം ദൂരം. കോകിലയുടെ പാട്ട് കേട്ട് വേദിയിലേക്ക് നടക്കുന്നതിനിടെ കയ്യിൽ ചന്ദനമാലയുമായി തനു മുന്നിലേക്കെത്തി. SI അനസൂയ തടയാൻ ശ്രമിച്ചെങ്കിലും രാജീവ് വിലക്കി. ചന്ദനമാല അണിയിക്കുന്നതിന് മുൻപ് കാലിൽ തൊട്ടുവണങ്ങാൻ എന്ന വ്യാജേന തനു കുനിഞ്ഞു. പിടിച്ചെഴുന്നേൽപ്പിക്കാൻ രാജീവ് ഗാന്ധിയും ശരീരം മുന്നോട്ട് വളച്ചു. പിന്നീട് മൈതാനം കണ്ടത് ഉഗ്രശബ്ദത്തോടെ ഒരു അഗ്നിഗോളം രൂപപ്പെടുന്നതും ആളുകൾ നാലുപാടും ഓടുന്നതും. ചുറ്റിലും അവ്യക്തമായ കാഴ്ചകൾ, എരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം. രാജീവ് ഗാന്ധിയെ ഇതിനോടകം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഭീകരവാദത്തിന്റെ വെല്ലുവിളികൾ നേരിടുന്നതിൽ രാജീവ് ഗാന്ധി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഇന്ത്യൻ സമാധാന സേനയെ അയച്ചത് സുപ്രധാന നീക്കമായി. ഈ ഇടപെടൽ LTTയുടെ ശത്രുതയ്ക്ക് കാരണമായി. അത് രാജീവ് ഗാന്ധിയുടെ ദാരുണമായ കൊലപാതകത്തിലേക്കും നയിക്കുകയായിരുന്നു. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിനായി മെയ് 21 ഭീകരവാദ വിരുദ്ധ ദിനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയായിരുന്നു.